ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ പറശ്ശിനി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൊരു വയലുണ്ട്. ആ വയലിൻ്റെ ഒരു സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വീടിനൊക്കെ പരിചയമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ചേച്ചി ആ വീട്ടിലെന്തോ ഒരു പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അധികം ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ വഴിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പഠിക്കുന്ന കുട്ടികൾ, അവർക്കൊന്നും ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം ശരിക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ വീഡിയോയിലേക്ക് പോവുകയാണേ. എല്ലാവരും അങ്ങോട്ടേക്ക് വാ, നമുക്ക് നോക്കാം. വാ, പഴയ വീടാണ് കേട്ടോ. കണ്ട ഇങ്ങനത്തെ വീടൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ അല്ലേ. എനിക്ക് നമ്മളെ വീടൊക്കെ പണ്ട് ഇതുപോലത്തെ വീടായിരുന്നു, നമ്മൾ ചെറുതിലൊക്കെ താമസിച്ചത്. ഹലോ ചേച്ചി. ചേച്ചി ആ, ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ചേച്ചിനെ കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്താ ചെയ്യുന്നത്? ഞാനിവിടെ നെല്ല് കൂറ്റുന്നു. നെല്ല് കൂറ്റുന്നു അല്ലേ? ഇതെല്ലാം ഇവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നതാ? ഇവിടുന്ന് തന്നെയാ? അങ്ങോട്ടും ഇല്ലേ വയൽ? അങ്ങോട്ടുണ്ട്. അത് പിന്നെ മതിലില്ല, ഇത് മുഴുവനും വയലല്ലേ. ഫുള്ള് വയലാ? വയലാണ്. അപ്പൊ ഇതിപ്പോ എപ്പോ ചെയ്തത്? ഇത് ഒരാഴ്ച മുമ്പേ ചെയ്തതാണ് അല്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചിയാ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ഇപ്പൊ ഈ പണിയാണ് എടുക്കുന്നത് കേട്ടോ. അതാ നെല്ല് വയലിന്ന് അല്ലേ? വയലിന്ന് മൂരിയിട്ട് കൊണ്ടുവന്നു അല്ലേ? ചേച്ചി ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ഇന്നത്തെ പഠിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, അപ്പൊ ആ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ കാണാനൊന്നും ചാൻസ് ഇല്ല. വയല് കണ്ടിട്ടുണ്ടാവില്ല. ആ, ഇത് കറ്റല്ലേ? ഇതാണ് കറ്റാന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് അടുത്തുനിന്നൊന്നും എടുക്കണേ, കാരണം ഇത് ഒരിക്കലും വീഡിയോ കാണുന്നവർക്ക് ഇതെല്ലാം ഒന്ന് കാണണ്ടേ. ഇതെല്ലാം പണ്ട് നമ്മളെ വീട്ടിലെല്ലാം കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളുടെ സമയത്ത് അവിടെ തന്നെ ഉണ്ടല്ലേ? പണ്ട് നമ്മളെ അമ്മമ്മക്കെല്ലാം കണ്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടെന്നാ പറയാ, വയലിൽ കണ്ടെന്നാ പറയാ. അപ്പൊ അങ്ങോട്ടുണ്ട്, നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇതൊന്നാ ചെയ്തേ? ഇത് ഈ ഒരു ലെവൽ ആകുമ്പോ അല്ലേ അരിഞ്ഞിട്ട് കൊണ്ടുവരാം? ഉണങ്ങിയിട്ടാകുമ്പോ മൂർന്ന് ഇത് കൊയ്ത് എന്നിട്ട് തച്ച് എന്നിട്ട് പിന്നെ നെല്ല് വെയിലിനിടും. ഇനിയിപ്പോ നമ്മള് കലത്തിൽ വെച്ച് പുഴുങ്ങും, എന്നിട്ട് ചിക്കും. വലിയ കലമുണ്ടോ? ആ, വലിയ കലമുണ്ട്. ഇവിടെ ഉണ്ട് വലിയ കലമുണ്ട്. ഇത് അത്ര വലിയതില്ല. വേണം അത് നമുക്കൊന്ന് കാണിച്ചു തരണേ കലം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പുഴുങ്ങും അല്ലേ? പുഴുങ്ങും. എന്നിട്ട് ഇത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ തല്ല് ചെയ്യാം? ആ, ഇതിങ്ങനെ തല്ലും. ഒന്നത് കാണിച്ചു കൊടുക്കും. തല്ലണ? ആ, തല്ലിയിട്ട് മതിയാ? ആ, ഇങ്ങനെ അല്ലേ? ആ, ഇതാണ് കറ്റായല്ലേ അല്ലേ? ഇങ്ങനെ കറ്റലില്ല. ഞാൻ നോക്കി നോക്കട്ടെ. ആ, മുളക് ഞാനും നോക്കി നോക്കട്ടെ. പണ്ട് ചെറുതിലുള്ള സമയത്ത് നമ്മളെ തറവാട്ടിൽ ഇതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അമ്മമ്മേന്റെ കൂടെ നെല്ല് തല്ലാനും വയലും ഇതുപോലെ തലയിലും വെച്ച് കൊണ്ടുവരാനെല്ലാം നിന്നിട്ടുണ്ട്. ഞാൻ നോക്കി നോക്കട്ടെ. ഇതല്ലേ പുറത്ത് ചെറുക്കാണ്ട് നോക്കണം അല്ലേ? ഫുള്ളായിട്ട് അത് തല്ലി ഫുള്ളതിൽ കാണണം അല്ലേ? അരിവാള് അത് കാണിക്കണം. ഇതാണ് അരിയുന്നത്. ഇത് ഇത്രയും മുറിച്ച കൊണ്ടും ഇതാണ് ഇട്ട് അരിയുന്നത്. അവിടെ അരിയാനുണ്ട്. അരിയണോ? ആണ്, നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം നെല്ലപ്പ് ഇതുപോലെ ഇങ്ങനെ ഇവര് തല്ലിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഏച്ചു വയലിൽ നിന്ന് മൂരുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ലൈവായിട്ട് ഏച്ചു വയലിൽ നിന്ന് എങ്ങനെയാണ് മൂരുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു വെക്കാം അല്ലേ? ഏച്ചു എത്ര വർഷമായി ഈ വയലിൽ നിന്ന് ഇങ്ങനെ മൂരുന്നത്? ഏച്ചു ഒരു 20 വയസ്സായ പിന്നെ എന്നേ മൂരുന്നു. 20 വയസ്സായവരെയും ഇങ്ങനെ മൂരുന്ന ചെയ്യുന്നുണ്ട്? 20 വയസ്സായവരെയും മൂരുന്നുണ്ടല്ലേ? കുറേ ആൾക്കാരുണ്ടോ കൂടെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്? കൂടെ ഉണ്ട്. ഞങ്ങള് പിന്നെ ജയൽജീന്റെ കൃഷി ചെയ്യലുണ്ടേനി. അപ്പൊ ഇപ്പൊ അടുത്ത രഗിയിച്ചില്ല, പക്ഷെ അവര് പൈസ ഒന്നും നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് പിന്നെ ചെയ്യല് നിർത്തി. കുടുംബശ്രീൻ്റെതാ അല്ലെങ്കിൽ വേറെ തന്നെ? ജയൽജി എന്ന് പറഞ്ഞിട്ട് ഒരു 1 ലക്ഷം പിന്നെ പൈസ എടുത്തിട്ട് അത് 4% നമ്മൾ അടക്കും. അപ്പൊ 1 ലക്ഷത്തിന് നമ്മൾ 5 ആളും കൂടെ വീതം വെച്ച് എടുക്കലാണ്. അപ്പൊ പിന്നെ അതിന്റെ പിന്നെ ഇതൊന്നും ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മള് ചെയ്യല് നിർത്തി. അതല്ലേ? ചേച്ചിന്റെ പേരൊന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ? എന്റെ പേര് കമല, തടിയിൽ. അതെല്ലേ? PO പറശ്ശിനിക്കടവ്. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഇതാണ് വയലല്ലേ? അപ്പൊ ഇതിപ്പം മൂരാനിപ്പോ എവിടെയാ ഉള്ളത്? ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ അത് മൂരുന്നത് ചേച്ചി ഒന്ന് കാണിച്ചു കൊടുത്തേ, അവർക്ക് കാണാലോ. ഇങ്ങനെ മൂരും അല്ലേ?
ഈ ചളിയിലൊക്കെ ഇങ്ങനെ നിന്ന് അത് പക്ഷെങ്കിൽ ഒരു സന്തോഷമാണല്ലേ ഈ ചളിയിലെല്ലാം ഇങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ. ഇപ്പോഴുള്ള കുട്ടികൾക്കല്ലേ ചളിയൊക്കെ ചവിട്ടാനൊക്കെ മടിയല്ലേ. ഇതാ ഇങ്ങനെയാണ് മൂരുക കേട്ടോ. ചേച്ചി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടേ മൂരുന്നത്. ഇതാ അടിപൊളിയായിട്ട് ചേച്ചി മൂർന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ബാക്കിയൊക്കെ ചേച്ചി അതിന് മുന്നേ മൂർന്ന് കഴിഞ്ഞതാണല്ലേ. ഈ വയൽ മൊത്തം നിങ്ങൾ മൂർന്നതായിരിക്കും അല്ലേ? മെഷീനാണല്ലേ? ഓ, ആൾക്കാർ ആവശ്യമില്ലല്ലോ ഇപ്പം. മെഷീൻ വന്നതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ പണിയില്ല അല്ലേ. പണ്ടെല്ലാം അമ്മമ്മയിലുള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിന്ന് അവരെ പിന്നെ അരിഞ്ഞു കൊണ്ടിട്ട് നമുക്ക് ഇടിയിടും, തട്ടിത്തരും. അതെ അല്ലേ. ഞാനെന്തോരിണ്ട ചേച്ചി ഇത് മൂർന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ പിന്നെ കറ്റ ഇങ്ങനെ കെട്ടി വെക്കുമെന്ന് പറയില്ലേ, അതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് കെട്ടുക അല്ലേ. എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിക്കും അല്ലേ. ഇതിനെക്കച്ചും കുറച്ചും കൂടി വലിയ ഇതായിരിക്കൂലേ. ഇത്ര ചെറിയ കറ്റയായിട്ട് തന്നെ കെട്ടുക. ചെറിയ ചെറിയ കറ്റയായിരിക്കും അല്ലേ. ഇനി അത് നമ്മൾ എന്നിട്ട് പിന്നെ കെട്ടിയിട്ട് കളത്തിൽ കൊണ്ടിടും പണ്ടല്ലോ അതേമാതിരി. ചേച്ചിക്ക് ഇതെല്ലാം ചെയ്താലും എക്സ്പീരിയൻസ് ആയില്ലേ അല്ലേ. എന്നിട്ട് നമ്മൾ ഇപ്പം 2 കറ്റയുടെ കെട്ടി വെച്ചിട്ടുണ്ട് ചേച്ചി. എന്നിട്ട് ഇങ്ങനെ കയറ്റുമ്മലെടുത്തിട്ട് നമ്മൾ പിന്നെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ട് വലിയ കട്ടാക്കിയിട്ടായിരിക്കും അല്ലേ. വലിയ കട്ടാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകും അല്ലേ. കൊണ്ടുപോകും. ഇപ്പം ചെറിയ കെട്ടല്ലേ, ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പോകും അല്ലേ. അപ്പൊ ഈ കൈനെ കൊണ്ടൊന്നും പിടിക്കൊന്നും വേണ്ട അല്ലേ. അതവിടെ ബാലൻസ് ആയി നിന്നോളൂ അല്ലേ തലയിൽ. അത് ചേച്ചി അതവിടെ കൊണ്ടുവച്ചോ. അയ്യോ ഒക്കെ കൂട്ടിക്കൂടാ. വെയിലിന് ഉണങ്ങാനും വേണം അല്ലേ. അപ്പം ഇതെല്ലാം ഇപ്പം എത്ര ദിവസമായിട്ട് ആക്കി വെച്ചത് ഈ നെല്ലെല്ലാം? നെല്ലിപ്പം 2 ആഴ്ച ആയിട്ടുണ്ടാവും ഇതല്ലേ. 2 ആഴ്ച ആയിട്ട് ചെയ്ത നെല്ലാന്നല്ലേ. ഇല്ല, ഞാൻ വീടെടുക്കാൻ വേണ്ടി ഇതെവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെയാണ് വന്നത്. ഇതാണ് ഈ വീട്ടിലെ കിണറ്. പണ്ടെല്ലാം നമ്മളെ വീട്ടിലുള്ള കിണർ ഇതാ. ഇതിപ്പോൾ മുകളിലോളം വെള്ളമുണ്ട് കണ്ടോ. നമ്മളെ വീട്ടിലൊക്കെ കിണറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കിണറാണ്. പറശ്ശിനിയിലെ കിണർ വലിയ കിണറാണ്. പാപ്പിൻശ്ശേരിയൊക്കെയുള്ള കിണറെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കിണറായിരിക്കും. കണ്ടില്ലേ. ഇതിപ്പോൾ ചേച്ചി പറഞ്ഞു 40 വർഷം ഏകദേശമുള്ള വീടാണ്. ഇതാ തനി നാട്ടുംപുറം. ഇങ്ങനത്തെ വീടും സ്ഥലങ്ങളൊക്കെ നമുക്കിതാ ഇങ്ങനെ അപൂർവമായിട്ടേ കാണാൻ പറ്റും. ചേച്ചി എന്തോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചേച്ചി എന്തോ ഈ പിന്നെ പുഴുങ്ങുന്നത് അല്ലേ. നെല്ല് പുഴുങ്ങുന്നത് ഈ ഒരു കലത്തിൽ വെച്ചിട്ടാ നെല്ല് പുഴുങ്ങുന്നത്. ഇത് പക്ഷേ ചെറിയ കലാന്നല്ലേ. പണ്ട് അമ്മമ്മ ഉള്ള സമയത്തെല്ലാം എന്ന് വെച്ചാൽ പിന്നെ വലിയ കലാണ്. അമ്മമ്മേൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. വലിയ കലാണ്. വലിയ ഒരു ഇത്ര ആയിട്ടുണ്ടാവും. നല്ല വീതിയൊക്കെ ആയിട്ട് അങ്ങനത്തെ കല നമ്മളെ വീട്ടിലുണ്ട്. അങ്ങനെയുള്ള കലത്തിൽ വെച്ചിട്ടാണ് നമുക്കൊന്ന് വയലിൻ്റെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ. നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ പറശ്ശിനി അമ്പലത്തിന് ബാക്ക് സൈഡിലെ വയൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വയലിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചേച്ചിയും കൂടി നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വയലെല്ലാം ഒന്ന് ഇവർക്കെല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ. ഇങ്ങനത്തെയുള്ള വലിയ വയലൊന്നും ഇപ്പോൾ എവിടെ ഇല്ലല്ലോ അധികം അല്ലേ. എല്ലാ സ്ഥലത്തും ഇതിലും ഊരാനുണ്ട്, പക്ഷെ ചളിയാന്ന്. അതെല്ലാം ബോൾ കളിക്കുന്ന സ്ഥലമല്ലേ. ബോൾ കളിക്കുന്ന സ്ഥലം ഇതല്ലേ. ഇത് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ പോകാൻ കനാലാക്കിയതല്ലേ. ഈ കനാലിലെ കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോകുമല്ലേ. ഇഷ്ടിക മുറിക്കുന്നുണ്ട്. മുറിച്ചിന് പണ്ട് നമ്മൾ ഈ കാണുന്ന സ്ഥലം ഇഷ്ടിക പണ്ട് മുറിച്ച സ്ഥലമാണ് കേട്ടോ.
ഇഷ്ടികക്കുണ്ട്, അതായത് അത്തക്കുണ്ട് എന്ന് പറയും അല്ലേ? അത്തക്കുണ്ട്. അത്തക്കുണ്ട് എന്നാ പോലും പണ്ട് ഇതിന് പറയാം. കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പ്ലേസാണ്. ഇപ്പോൾ ആയിട്ട് ഒരുപാട് തെങ്ങുണ്ടല്ലേ ഇങ്ങോട്ട്. ഇതെല്ലാം വെച്ചാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ല ഏറൂലേ ഈ തെങ്ങിൻ്റെ അല്ലേ? എല്ലാവരും പോയില്ലേ, പോയായിരിക്കും. ആ, അപ്പോൾ രാവിലെ ഏറാൻ വേണ്ടി വരും അല്ലേ ഈ തെങ്ങിൻ്റെ മുകളിൽ? പണ്ട് നമ്മൾ ചെറുതുള്ള സമയത്തെല്ലാം ഓർമ്മയുണ്ട്, ഇവിടെ എല്ലാം ഏറാൻ വേണ്ടി വരുന്നത് തന്നെയാണ്. ഇതിലൂടെ അങ്ങോട്ടേക്ക് വഴിയില്ലേ? ഉണ്ട്, അവിടെ ഇപ്പം തേച്ചും ഞാറ് നട്ടിട്ടുണ്ട്. അതെ അല്ലേ? ഇപ്പം 2ാം വിളേൻ്റെ. ആ, ഇതാ നീ കളിച്ചോ? കളിക്കാൻ പറ്റിയ പ്ലേസാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടെ വയലിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് അങ്ങനത്തോളം കനാലാണ് കേട്ടോ. അതാ ഇത് വൈകിയും അതുപോലെ തന്നെ ഏച്ചി ഇതാ കനാലിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെ കണ്ട കേട്ടോ. ഏതാന്ന്? ആ, ഞാറ് നടുന്നത് അല്ലേ? പക്ഷെ നമുക്കിത് അധികം അങ്ങനെ കാണാൻ കഴിയില്ല. ആ, അത് അവിടെ കണ്ട, അവിടെ ട്രാക്ടർ വെച്ചിട്ട് ഞാറ് നടുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുറേ ആൾക്കാർ ഞാറ് നടുന്നതാ. ഈ കാണുന്നൊക്കെ ആൾക്കാർ ഞാറ് നടുന്നതാണേ, കണ്ടില്ലേ? ഇതാ ഇതിങ്ങനെ നമുക്ക് കാണാം. ഇത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അമ്മമ്മേൻ്റെ കണ്ടെന്ന് പറയുന്നത് ഇതാണല്ലേ? ഇവിടെയെല്ലാം ഇപ്പം എന്താ നടുന്നത്? ഞാറ് നടലുണ്ടോ? നെല്ല് മൂർന്നു. ആ, ഈ ചെറുപയറാ നടുക അല്ലേ? ആ, ഓക്കെ ഓക്കെ. ആ, ഇതാ നല്ല അടിപൊളി വയലാന്നല്ലേ? നല്ല വണ്ണുള്ള ചെറുപയറായിരിക്കും. ഉഴുന്ന് എന്ന് പറയുന്നത് ഉഴുന്ന് വേറെ ചെറുപയർ വേറെ അല്ലേ? പിന്നെ മമ്പയർ വേറെ. മമ്പയർ നടും. ഏതിന്റെ ഇലയാ വറക്കുക? ഉഴുന്നിന്റെ ആണോ? എല്ലാ ഇലയിലും വറക്കും അല്ലേ? മമ്പയരും വറക്കും, ചെറുപയരും വറക്കും. മമ്പയർ അങ്ങനെ രസം ഉണ്ടാവില്ല, തടിപ്പായിരിക്കും. ഒരു ചെറിയൊരു കയ്പ് പോലെ വരുന്നതാ? ഇല്ല, കയ്പ് പോലെ ഒന്നും വരില്ല. ചള്ളില് വറുത്താ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നമ്മുടെ വയലിൻ്റെ കരയിൽ തന്നെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ല അമ്മമ്മേൻ്റെ വയലിന്നതാ. ആ വയലിൻ്റെ കരയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊരു സുഖമാണല്ലേ? ചേച്ചിക്ക് പാട്ടറിയാം? പണ്ടത്തെ എന്തെങ്കിലും പാട്ടറിയെങ്കിൽ ഒരു പാട്ട് പാടി കൊടുക്കാൻ പറ്റുമോ? എന്നാ പാട്. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരി കുളിരും കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീര് കുളിരും കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ, പൊന്നലകൾ പൊന്നലകൾ മെറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണണം നീ, ആലുവ ശിവരാത്രി കാണണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീര് കുളിരും കൊണ്ടു കുണുങ്ങി മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. നാടാകെ തെളിനീരു നൽകണം, നാടോടി പാട്ടുകൾ പാടേണം, നാടാകെ തെളിനീരു നൽകണം, നാടോടി പാട്ടുകൾ പാടേണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം, നിന്റെ കല്യാണമറിയിക്കണം.
കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം, നിന്റെ കല്യാണമറിയിക്കണം. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് പൂണിങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. അടിപൊളി കേട്ടാ, പൊളിച്ചിട്ടാ. ചേച്ചി നല്ലോണം പാടുന്നുണ്ടല്ലോ. പരിപാടിക്കെല്ലാം കൂടുതലുണ്ടോ? പാട്ടിനെല്ലാം കൂടുതലേ. നല്ലല്ലേ നമുക്ക് ഇപ്പൊ സീറ്റിന്റെ പരിപാടി ഉണ്ട് ഇനി സമ്മേളനം. അല്ല ഇപ്പൊ എന്തോ വയോജനത്തിന് എന്തോ പരിപാടിയെല്ലാം ഇല്ലേ ഈ കാണാലോ അധികം, അതിലെല്ലാം പങ്കെടുക്കലുണ്ടോ? ഉണ്ടല്ലേ. നല്ലതന്നെ അങ്ങനെയല്ലേ പങ്കെടുക്കുക. അതെല്ലാം ഒരു നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യല്ലേ. ഇപ്പൊ നല്ല ചുറുചുറുക്കായിട്ട് ഇനി ചേച്ചിക്ക് ഒരുപാട് കാലം ഇങ്ങനെ നന്നായിട്ട് ചുറുചുറുക്കോടെ ഇരുന്ന് ജോലിയെല്ലാം ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ കേട്ടോ. പിന്നെ പണ്ട് ഈ പിന്നെ വയലിൽ ഇങ്ങനെ ഞാറ് നടുമ്പെല്ലാം ഇങ്ങനെ പാട്ടെല്ലാം പാടുവാ. അതെല്ലാം നമ്മൾ എന്തെല്ലോ പാട്ട് പാടുവയ്യ. തച്ചോളി മേപ്പിയിലെ കുഞ്ഞാതനൻ നേരം പുലരും എണീറ്റോനും കാലുമുഖവും കഴുകി വന്നു ചോറും കറിയും കൊടുത്തുവല്ലോ. അങ്ങനെയുള്ള പാട്ടാണല്ലേ. നാടകഗാനങ്ങളല്ലോ പണ്ട് നമ്മൾ ചെറുതിലുള്ള സമയത്ത് അച്ഛൻ പാട്ട് പാടും ചെറുതായിട്ട്, അമ്മയും പാടും. പാട്ട് പുസ്തകമുണ്ട്, രാത്രി പാടിയാ മതി. അതല്ലേ. അപ്പൊ മറ്റേതില്ല പൊന്നരി വാട് എന്നിട്ടൊരു പാട്ടില്ലേ, അതറിയേച്ചിക്ക്? രണ്ടുപേരും അത് കുറച്ച് മുള നീ പഠിക്കോ. ഞാൻ നിക്കപ്പാ നോക്കാം. പൊന്നരിവാളം വെളിയില് കല്ലെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വെളിയില് കല്ലെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. അത്ര അറിയില്ലേ. പിന്നെ ഒരു നാടകത്തിന്റെ പാട്ടുണ്ട്. പണ്ടത്തെ പാട്ടെല്ലാം പാടാൻ നല്ല രസമാണല്ലേ. ഞാനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവളെ ഫ്രണ്ടിൻ്റെ പിന്നെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി കുറച്ച് പാട്ടെല്ലാം പാടിയിട്ടുണ്ട്, ഒരു പഴയ പാട്ടെല്ലാം. അവർക്കും ഇങ്ങനെ പാടാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് പാട്ടുകളല്ലേ. ഇന്നിനിപ്പോൾ എന്നാ പാട്ടാണ്. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനാത്മാവു തേങ്ങുന്നല്ലോ. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനാത്മാവു തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെൻ്റെ അടങ്ങാത ജന്മദുഃഖം. ഞാനില്ലേ ഇപ്പം നമ്മളെ അമ്മക്കില്ലേ, അമ്മ പണ്ട് പാട്ടെല്ലാം പാടണ്ടേ. പണ്ട് അച്ഛനെ സമയത്ത് പാട്ട് പാടിയിട്ട് നമ്മൾ ടാപ്പിലെല്ലാം റെക്കോർഡ് ചെയ്യണം. അന്നേരം അമ്മ പാടുന്നൊരു പാട്ടുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഏതറിയോ? പാട്ടു പാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോലേ, മറക്കാതെ അന്നു നിൻ താതൻ ശ്രീരാമനേ, രാമനേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൽ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാളി പുൽമാടം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അങ്ങ് പോകുന്നുണ്ട്, അമ്മേൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം അമ്മേനോട് പറയാ
ഇങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കമലേച്ചി അങ്ങനത്തൊക്കെ ഇല്ലതൊന്നും പറയാം, നമ്മളിങ്ങനെ പാട്ട് പാടി ഞാൻ കാണിച്ചു കൊടുക്കാം, വീഡിയോ കാണിച്ചു കൊടുക്കാം. അമ്മ പണ്ട് പാടിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അച്ഛൻ ടാപ്പിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാസറ്റല്ലേ പണ്ട്, കാസറ്റ് അല്ലേ, ഇപ്പൊ കാസറ്റ് ഇല്ലല്ലോ. അപ്പൊ പണ്ട് കുറേ കാലം ഉണ്ടായി. നമ്മളങ്ങനെ ഈ വയലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വയലിലെന്ന് വെച്ചാൽ ഇതിൽ ട്രാക്ടർ അടിക്കുന്ന നമ്മളൊരു ചേട്ടനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാം, അവരൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഏട്ടൻ്റെ പേര് അറിയാമോ? പേര് കൃഷ്ണൻ. ആ, തലൂലാണ്. തലൂലാന്നല്ലേ? തലൂര്, പറശ്ശിനിക്കടവ് തലൂര്. ആ, പിന്നെ നമ്മൾ വയലിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം പറഞ്ഞാൽ വളരെ കൃത്യമായി വണ്ടി അടിക്കുന്നു പോകുന്നതല്ലാതെ ഒരു വയലിൻ്റെ പണിക്കാരെ കിട്ടാത്തത് കൊണ്ട് വരമ്പ് മറ്റുള്ള ഒന്നും ശരിക്ക് കണ്ട നിരന്ന് കിട്ടുന്നില്ല. ഒന്ന്. രണ്ടാമതായിട്ടില്ല പിന്നെ ഇതന്നെ എല്ലാവരും ഇത് നോക്കി ചായ്ന്ന് വളം കൃത്യമായിട്ട് വയലിൽ വളവും ഇടുന്നില്ല, കൃത്യമായ ഒരു പണിയും എടുക്കുന്നില്ല. ആരും വണ്ടിക്കാരനെ ഏൽപ്പിക്കുന്നു പോകുന്നു. അവരെന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ വേണ്ടുന്നത് അത് കൃഷി കൃത്യമായിട്ടില്ല. അതിൻ്റെ അവർക്ക് എന്തായാലും ഒരു ക്ലാസ് കൊടുക്കണം, എന്ത് വേണം എന്നുള്ളത്. അതായത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ട്രാക്ടർ അടിക്കലേനോ പണി? എൻ്റെ ടില്ലറാ? ടില്ലർ എന്ന് പറയാം. ടില്ലർ അടിക്കുന്ന ജോലിയാണ് ഇപ്പം ചെയ്യുന്നുണ്ടോ? ഇപ്പം ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി ടില്ലർ അടിക്കുന്നത്? ഞാൻ എന്തായാലും കുറേ ആയി. മുമ്പ് തന്നെ ഒരു 10-20 വർഷമായി. ഇപ്പം ഇന്നും അടിക്കുന്നുണ്ട്. തലൂർ വയലിൽ ഇപ്പോൾ അടിക്കുന്നുണ്ട്. ഇപ്പം നാളെ തുടങ്ങാത്ത ഈ വയലിൽ ചെയ്യുന്നുണ്ടോ? ഈ വയലിൽ ചെയ്തതാ? ഈ ഇത് കംപ്ലീറ്റ് നമ്മളെ ബനഞ്ചേച്ചിൻ്റെ കണ്ടത്. അതല്ലേ? പറശ്ശിനിക്കടവിൽ നിന്ന് നേരെ ഈ കുറ്റിയിൽ കൂടി വരുന്ന ആ കഴുത്തോട് ഒന്ന് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് രണ്ട് സൈഡും എന്തായാലും ഒരു വൃത്തിയായിട്ട് കെട്ടിത്തരണം എന്നുള്ള ഒരു അപേക്ഷയും കൂടിയുണ്ട്. അതല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ അവരത് അതിനനുസരിച്ചുള്ള ചെയ്യട്ടെ. എന്തായാലും വയലിലെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ജോലി എടുക്കുന്ന ഒരു അപൂർവല്ലേ? അതെ. ഇപ്പൊ ഒന്നും അങ്ങനെ അധികം ആൾക്കാർ ജോലി എടുക്കുന്നില്ല. എല്ലാവരും നമ്മൾ ഈ കാണുന്നില്ല, ഈ സ്ഥലം ഇങ്ങനെ ഒരു രണ്ട് സൈഡും കെട്ടിയ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ടർ പോകുന്നു. ഇപ്പൊ ട്രാക്ടറാണ് വെച്ചത്. അപ്പൊ ആ തോടൊന്ന് കെട്ടി കിട്ടിയാലുണ്ടല്ലോ ഏറ്റവും വലിയ ഗുണകരമാണ്. ഈ കാണുന്നതായിരിക്കും അല്ലേ തോട്? ഈ പറയുന്നത് ഇങ്ങനെ പോകുന്ന തോടല്ലേ? സന്തോഷം. അല്ല, ഇതെല്ലാം ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളെ കാണുന്നില്ല ഈ തോട് പച്ചക്കറി നടന്നത്. നമ്മളിപ്പോ കൃഷി ചെയ്യലുണ്ട് അവിടെ? കൃഷി ഇതന്നെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ കൃഷിയാണ്. എന്താ വെള്ളരിക്ക, വെള്ളരി, മത്തൻ, അതിന് പച്ചക്കറി, താലോരി എല്ലാം നടും അല്ലേ? അപ്പൊ പന്തലെല്ലാം കെട്ടിയിട്ട് നല്ല ഇതായിട്ട്. അതെ അല്ലേ? അത് ഏത് സമയത്താ? ഡിസംബർ അങ്ങനെയാ സാധാരണ ഇപ്പൊ നമ്മള് ആ ഒരു സമയത്തല്ലേ നടും അല്ലേ? എനക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി നടാനും പിടിക്കാനും. പക്ഷെ നമുക്കൊന്നും അതിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ അങ്ങനെ ഒപ്പിച്ചിട്ടാക്കലാം. തോട് കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും നല്ല തോട് കെട്ടിയ നല്ല സൗകര്യം. നല്ല വെയിലല്ലേ, ഈ വെയിൽ ഉണക്കി കിട്ടിയിട്ട് രക്ഷപ്പെട്ടില്ല. അപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും പണിയുണ്ടോ? പണിയെല്ലാം കഴിഞ്ഞായിരിക്കും അല്ലേ? ഭാര്യയാക്കണം അല്ലേ? ഉണങ്ങിയിട്ട് കഴിഞ്ഞാകുമ്പോ നെല്ലെല്ലാം ഭാര്യയാക്കണം. എത്ര ദിവസം എങ്ങനെ ഇടണം? ഇനിയിപ്പോ ഒരിക്കലാണെന്നില്ല, അത്താഴത്തിൽ വെക്കുന്നതിന് 2 ദിവസം, അല്ലാതെ കൊടുക്കുന്നതിന്റെ ഒറ്റ ഇതല്ലേ നമ്മള് പണ്ട് പിന്നെ ഓണത്തിനെല്ലാം പൂവെല്ലിടുന്ന പുല്ലരി എന്ന് പറയുന്നല്ലേ? പുല്ലരി അല്ലേ? കൂടുമ്പോ സമയത്ത് ഇതിങ്ങനെ ഉയർന്നിട്ട് നമ്മൾ ഇടുന്നു. പക്ഷെ എവിടെയും കാണാനൊന്നും ഇല്ല. പുല്ലരി ഇതിങ്ങനെ ഉയർന്നിട്ട് നമ്മൾ ഓണത്തിനെല്ലാം ഇടുന്നത് അല്ലേ? അല്ല ഇത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോ നിന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ, ബൈ ബൈ.